ഫസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ നോവ സദോയുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു അപ്ഡേറ്റാണ്. എന്തായാലും നോവ സദോയ് വീണ്ടും ടീമിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിനൊപ്പം. എന്തായാലും അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് പോയി അവിടെ വെക്കേഷൻ എൻജോയ് ചെയ്യുകയായിരുന്നു. എന്തായാലും അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ ഐ ആം ബാക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്. സോ എന്തായാലും വളരെ നല്ലൊരു കാര്യം. എന്തായാലും നമുക്കറിയാം ജംഷഡ്പൂർ FC പോലുള്ള ടീമുകൾ അവർക്ക് വെക്കേഷൻ പോലും കൊടുത്തില്ലായിരുന്നു. ട്രെയിനിങ്ങിനെ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവർ 1-2 കളി തോറ്റപ്പോഴത്തേക്കും. സോ ഇവിടെ അതുപോലുള്ള കാര്യങ്ങളാണ് വേണ്ടത്. സോ റിസൾട്ട് വരുന്നില്ല. സോ അതിനനുസരിച്ച് നമ്മൾ എഫേർട്ട് കാണണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി അടുത്ത അപ്ഡേറ്റ് ഒന്നുമില്ല, ഇഷാൻ പണ്ഡിതുമായിട്ട് വന്നപ്പോൾ കാര്യമാണ്. നമുക്കറിയാം ഇപ്പോൾ ഒരു ആടൊക്കെ ഇറങ്ങി. ഇഷാൻ പണ്ഡിത, അഡ്രിയാലോണ, നോവ സദോയ് ഇവരൊക്കെയുള്ള ഒരു ആടാണ്. എന്തായാലും ഇതിൽ എന്താണ് ഇഷാൻ പണ്ഡിതയെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എനിക്കറിയില്ല. പുള്ളിക്കാരന് ഇതിനു വേണ്ടി എടുത്തതാണോ വല്ല മോഡലായിട്ട്? കാരണം അദ്ദേഹം വന്നപ്പം തൊട്ട് ഇതുപോലുള്ള ആടുകളിൽ മാത്രമേ ഇത് കാണാൻ സാധിക്കുന്നുള്ളൂ. ഗ്രൗണ്ടിലധികം കാണാനേ സാധിക്കുന്നില്ല. സോ എന്തായാലും പൈസ കൂടി എടുത്തു. സോ ഇതിനെങ്കിലും ഉപകാരമായിക്കോട്ടെ എന്ന് വിചാരിച്ചായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ അതിൻ്റെ ഒരു മോഡലിനുള്ള ഫേസും ലുക്കും ഒക്കെ ഉണ്ട്. സോ അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഉപയോഗിക്കുന്നത്. സോ എനിക്ക് തോന്നുന്നത് ഈ ഗ്രൗണ്ടിൽ ഉള്ളതിനേക്കാളും ഏറ്റവും കൂടുതൽ അദ്ദേഹം പരസ്യങ്ങളിലും മറ്റുള്ള പ്രൊമോഷൻ വീഡിയോസിലൊക്കെയാണുള്ളത്. അതായത് കൂടുതൽ മിണ്ടതിനൊക്കെയാണ്. സോ എന്തായാലും എന്താണെന്നറിയില്ല ഇങ്ങനെയൊക്കെ. എന്തായാലും അദ്ദേഹം കളിക്കുമെന്ന് തന്നെ വിചാരിക്കാം. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് കല്യാൺ ചൗബയുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു അപ്ഡേറ്റാണ്. എനിക്ക് തോന്നുന്നു കല്യാൺ ചൗബെ ഇന്ത്യൻ ഫുട്ബോളിനെ തന്നെ നശിപ്പിക്കുമെന്നാണ് തോന്നുന്നത്. അദ്ദേഹം എന്താണ് ചെയ്യുന്നതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ടെലികാസ്റ്റെല്ലാം ഉറപ്പിച്ച് വെച്ചായിരുന്നു സോണി സ്പോർട്സുമായിട്ട്, സോണി പിക്ചേഴ്സുമായിട്ടൊക്കെ ടെലികാസ്റ്റിൻ്റെ കാര്യങ്ങളെല്ലാം ഉറപ്പിച്ച് വെച്ചു. ഇതിൻ്റെ 50% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് നമ്മുടെ ക്ലബ്സ് തന്നെയായിരുന്നു അതിൻ്റെ ടെലികാസ്റ്റിൻ്റെ ചിലവ്. പിന്നെ ക്യാമറാസിൻ്റെയൊക്കെ അത് ഒരു സോണി സ്പോർട്സ് തന്നെ വഹിച്ചോളാമെന്ന് അവർ പറഞ്ഞു. സോ എല്ലാം ഇങ്ങനെ കൺഫേം ആക്കി ഇങ്ങനെ വെച്ചിരിക്കുന്ന സമയത്താണ് ഇപ്പോൾ അവസാന നിമിഷം പറയുന്നത് സോണി സ്പോർട്സ് അല്ല, മറ്റൊരു കൊൽക്കത്ത ബേസ്ഡ് ഒരു കമ്പനിയാണ്, SSCP എന്നോ അങ്ങനെ പറയുന്ന ഒരു കമ്പനിയാണ്, സ്ട്രാജി സ്പോർട്സ്, അവരാണ് ടെലികാസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്നേരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. സോ ഇത് എന്തുദ്ദേശിച്ചാണ്, ഏത് രീതിയിലാണ് എന്നൊന്നും അറിയാൻ സാധിക്കില്ല. അവസാന നിമിഷം ഐ ലീഗ് തുടങ്ങാൻ ഇനി ഒരാഴ്ച പോലും ബാക്കിയില്ല, അപ്പോഴാണ് ഈ ഒരു പ്രശ്നങ്ങളെന്നൊക്കെ പറയുന്നത്. സോ വളരെ മോശമെന്ന് തന്നെ പറയാം. ഈ അവസാന നിമിഷം ഇങ്ങനെ കൊണ്ടുണ്ടാക്കുന്നതൊക്കെ ഭയങ്കര ബോറായിട്ടുള്ള കാര്യമാണ്. പുള്ളി ഇത് മാത്രമല്ല, വേറെ പല കാര്യങ്ങളും ഇങ്ങനെ അവസാന നിമിഷം കൊണ്ടിട്ട് കുളമാകുന്നുണ്ട്. ഇതെല്ലാം നേരത്തെ ചർച്ച ചെയ്ത് ഒരു റോഡ് മാപ്പ് ക്രിയേറ്റ് ചെയ്ത് ആര് എന്തൊക്കെ, ഇതെല്ലാം ഒരു പ്രസിഡൻറ്റിൻ്റെ ചുമതലയാണ്. സോ അദ്ദേഹം ഇതൊന്നും ചെയ്യുന്നില്ല, ബാക്കി കൂടെ ഇരിക്കുന്നവർ ഇതൊന്നും ചെയ്യുന്നില്ല. എല്ലാം ഭയങ്കര ഒരു അലങ്കോലം പോലെയാണ് കാണാൻ സാധിക്കുന്നത്. നമുക്കറിയാം ഇന്ത്യൻ ആരോസ് വരുമെന്ന് പറഞ്ഞു, അണ്ടർ-20 ഒരു ടീം തന്നെ വരുമെന്ന് പറഞ്ഞു, അതില്ല, ഒന്നുമില്ല. ബംഗാളിൽ നിന്ന് അതിൻ്റെ ഫ്രണ്ടായിട്ടുള്ളൊരു കോച്ചിനെ കൊണ്ടുവന്ന്, എല്ലാം ബംഗാളിൽ നിന്ന്. അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് പുള്ളി പൊളിറ്റിക്സും പുള്ളിയുടെ ആ ഒരു ബംഗാളിൻ്റെ ഇതും അതിൽ നിന്ന് കിട്ടുന്ന പൈസ, ഇതൊക്കെയാണ് പുള്ളിയുടെ ഉദ്ദേശം. അല്ലാതെ ഇന്ത്യൻ ഫുട്ബോൾ നന്നാവാൻ വേണ്ടി പുള്ളി ഒന്നും തന്നെ ചെയ്യുന്നില്ലെന്ന് പറയുന്നത്. എന്തായാലും ഇഗോസ്റ്റ് മാഷ് പറയുന്ന കാര്യങ്ങളിപ്പോൾ സത്യമായിട്ട് വരികയാണ്. അദ്ദേഹം പറഞ്ഞ സത്യമാണ്. ഞാനിവിടെ നിന്ന് ഇറങ്ങണമെങ്കിൽ ആ പുള്ളി അവിടെ നിന്ന് ഇറങ്ങണം. അത് കറക്റ്റായിട്ടുള്ള കാര്യമായിരുന്നു. ആ പുള്ളി അവിടെ ഇറങ്ങണമായിരുന്നു. എന്തായാലും ഇത് വല്ലാത്തൊരവസ്ഥയാണ് ഇന്ത്യൻ ഫുട്ബോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കല്യാൺ ചൗബെ അടപടലം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഫെഡറേഷൻ. എന്തായാലും മഞ്ഞപ്പട, അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫാൻസ് എല്ലാം തന്നെ ഇതിനെ എന്താ പറയുക, രംഗത്തേക്ക് ഇറങ്ങണം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിരുന്നാൽ പോരെ, നമുക്ക് ഇന്ത്യൻ ഫുട്ബോൾ അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കേരള ബ്ലാസ്റ്റേഴ്സിനെക്കാട്ടി ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യൻ ഫുട്ബോൾ എന്ന് പറയുന്നത്. സോ എല്ലാവരും മുന്നിലേക്ക് ഇറങ്ങണം, പ്രതിഷേധങ്ങൾ നടത്തണം. സോ എന്തായാലും കേരളത്തിൽ നിന്നാണ് ഫുട്ബോളിന് ഇത്ര സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മളിറങ്ങിയില്ലെങ്കിൽ പിന്നെ വേറെ ആരിറങ്ങാനാണ്? സോ എല്ലാവരും ഇതിൽ നിൽക്കുന്നവരെല്ലാം സപ്പോർട്ട് ചെയ്യുക, അത്രേ പറയാനുള്ളൂ.